റിജക്ഷൻ നമ്മളെല്ലാവരും ഹേർട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അതൊരു മാനസികമായിട്ടുള്ളൊരു വികാരമാണ്. പക്ഷേ ഒരു ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള ഓട്ടിസം, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതുപോലെയുള്ള സ്റ്റേജസിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റിജക്ഷൻ എന്ന് പറയുന്നത് അവരെ ഹേർട്ട് ചെയ്യുക മാത്രമല്ല, അത് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു തരത്തിലുള്ളൊരു ഇമോഷനാണ്. ADHD ഉള്ളവർക്കും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷനാണ്. സോ വൈ നിങ്ങൾക്ക് ADHD ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരിക്കും. മോസ്റ്റ്ലി നിങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. യു ആർ ഓൾറെഡി ഡിഫറെൻറ്റ്. കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് മറന്നു പോകും, ഇടയ്ക്ക് കൂടുതൽ സംസാരിക്കും, സോഷ്യൽ ക്യൂസ് ഒക്കെ മിസ്സായി പോകും. ചുറ്റുമുള്ള ആൾക്കാരും അതിനനുസരിച്ച് തന്നെ റിയാക്ട് ചെയ്ത് തുടങ്ങും. സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, പാരൻസ്, ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഭയങ്കര ക്രൂലായിട്ട് തന്നെ റിയാക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അവർ നിങ്ങളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അക്ഷമരാവും, ചിലപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് മറ്റു കുട്ടികളൊക്കെ കൂടെ കൂടുതൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടും, കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ലോജിക്കൽ ആയിട്ടുള്ള ഒരു പണി ഇങ്ങനെ എടുക്കാൻ തുടങ്ങും. റിജക്ഷന് വേണ്ടി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എവിടെ ചെന്നാലും ഓൾ ടൈം നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഫാമിലിൻ്റെ ഇടയിൽ, ബാക്കി സോഷ്യൽ ഇവൻസിൻ്റെ ഇടയിൽ, കളിക്കാൻ പോകുന്നിടത്ത്, വേറെവർ യു ഗോ, ADHD ഉള്ള ഒരാൾ ഒരു റിജക്ഷൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിൽ ഒരു എക്സ്പേർട്ടായിട്ട് മാറും. അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അതിന് വേണ്ടി വാച്ച് ചെയ്യും. ഒരു ADHD ബ്രെയിൻ എപ്പോഴും ഒരു ഇമോഷണൽ റെഗുലേഷനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിനാണ്. എന്തെങ്കിലും റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ടെമ്പററി ആയിട്ടൊന്നും അല്ലായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഫീൽസ് വെരി ഇൻറ്റൻസ്. നമ്മുടെ വർക്ക് പ്ലേസസിലൊക്കെ എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്സ് ഉണ്ടാവും. വെൻ യു ഗെറ്റ് എൻ എസ്കലേഷൻ, വെൻ യു ഗെറ്റ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ വേണ്ട ഒരു ചെറിയ കറക്ഷൻ ആയിരിക്കാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, യു ടേക്ക് ഇറ്റ് ആസ് എ സീരിയസ് തിങ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എടുക്കുക. സെയിം പേഴ്സൺ തന്നെ, ഇതർ യുവർ ഹയർ അപ്സ് ആയിരിക്കാം, മാനേജർ ആയിരിക്കാം, മേ ബി ടീംമേറ്റ് ആയിരിക്കാം, കൊളീഗ് ആയിരിക്കാം, ക്ലയന്റ് ആയിരിക്കാം, ആരുടെ നിന്നാണെങ്കിലും ഇഫ് യു ഗെറ്റ് എ മെസ്സേജ്, നിങ്ങൾക്ക് ഒരു മെസ്സേജ് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് റെഡി ഫോർ ആ ഒരു റിജക്ഷൻ. എന്തോ ഒരു വലിയ സംഭവത്തിന് ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. ആൻഡ് മൈൻഡിൽ കുറെ കാര്യങ്ങൾ തിങ്ക് ചെയ്ത് തുടങ്ങും. എവിടെ ടെർമിനേറ്റ് ചെയ്ത് കമ്പനിയിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിൽ വരെ നമ്മൾ ആലോചിച്ച് കളയും. ഞാൻ വിചാരിച്ചിരുന്നത് ആ ഒരു വിഷയത്തിൽ ഞാൻ ഭയങ്കര വീക്കാണ്, ഞാൻ സെൻസിറ്റീവ് ആണ്, അൺനെസസറി തിങ്കിങ്ങിന്റെ പ്രശ്നമാണ് എന്നൊക്കെ വിചാരിച്ചു. ലൈക്ക് ഐ വാസ് കൈൻഡ് ഓഫ് എന്നെ തന്നെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. ബട്ട് വെൻ ഐ കെയിം ടു നോ, ഞാനത് ADHD കുറിച്ചിട്ടും റിജക്ഷൻ സെൻസിറ്റിവിറ്റിയെ കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഐ കെയിം ടു നോ എൻ്റെ ബ്രെയിൻ എൻ്റെ ലൈഫ് ടൈമിൽ മൊത്തം കിട്ടിയിട്ടുള്ള റിജക്ഷൻസിനെല്ലാം കൂടെ പ്രോപ്പറായിട്ട് അതിന് വേണ്ട രീതിയിലൊന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഈസ് വേർ the sensitivity comes. If this sounds very familiar to you, നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് അലോൺ.